ഞാൻ പറഞ്ഞത്, ആലയത്തിൽ വരുന്നത് കളിക്കാനല്ല, പ്രാർത്ഥിക്കുന്നവൻ മതി. പ്രാർത്ഥിക്കാത്തവനെ ചെയ്തേ കേട്ടരുത്. ഹല്ലേലൂയ. വേണ്ട. ഈ 12ാമത്തെ ദിവസം സഭ തിരിച്ചു വരട്ടെ. പ്രാർത്ഥിക്കാത്തവൻ വായിക്കണ്ട, പ്രാർത്ഥിക്കാത്തവൻ പാടണ്ട, പ്രാർത്ഥിക്കാത്തവൻ സ്റ്റേജിൽ കയറണ്ട. മതിയാക്ക്. ദൈവ സാന്നിധ്യം ചലിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ കയറട്ടെ. ജേപിടി, ആമേൻ, ഈ മൈനർ പിടി എന്നൊക്കെ പറയുന്നവൻ കാണുമായിരിക്കും. അവൻ പ്രൊഫഷണൽ അല്ല ഇവിടെ കയറി കളിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നവ കയറിയാ മതി. ഇതാ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടാ. സഭ വളരണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ സ്റ്റേജിൽ കയറട്ടെ. സഭ വളരണമെങ്കിൽ അവൻ പ്രൊഫഷണൽ അല്ല കയറേണ്ടത്. പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ളത് സഭയിൽ കയറട്ടെ. മക്കൾ വളരണോ? പ്രാണവായു. എന്താ പ്രാണവായു? പ്രാർത്ഥന. ഒരിക്കലേ തമ്പുരാൻ എന്നോട് പറഞ്ഞു, നിന്റെ ഡയറി എടുക്കാൻ പറഞ്ഞു. ഡയറി എടുത്തപ്പോ തിങ്കൾ ചർച്ചക്കോട്, ചൊവ്വ IPC, ഇന്നത് ന്യൂ ഇന്ത്യ, 6 ദിവസം മീറ്റിംഗാ. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, എനിക്ക് തരാൻ ഒരൊറ്റ ദിവസം നിന്റെ ഡയറിയിലില്ല അല്ലേ? എല്ലാവർക്കും കൊടുത്തേക്കുക. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. അന്നൊരു തീരുമാനമെടുത്തു, തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു മുറി എടുത്തിട്ടുണ്ട്. രാവിലെ ആ മുറിക്കകത്തോട്ട് കയറും. തിങ്കൾ രാവിലും തിങ്കൾ പകലും അതിനകത്തിരുന്ന് അന്യഭാഷ പറയും, അതിനകത്തിരുന്ന് വേദപുസ്തകം വായിക്കും. ചൊവ്വാഴ്ച രാവിലെ അവിടെ നിന്ന് മീറ്റിങ്ങിന് പോകും. ആമേൻ. വർഷങ്ങളായി ഇന്ന് രാത്രി പുൽപ്പിറ്റ് നിൽക്കുന്നതിന് കാരണം വിദ്യാഭ്യാസം കൊണ്ടല്ല. പ്രാർത്ഥിക്കുന്നവൻ തളരുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും വാടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഇവിടിരിക്കുന്ന യൗവനക്കാരോട് പറയുന്നു, നിങ്ങൾ വളരണോ. തമാശ വിട്ടുകള മുഴങ്കാൽ മടക്ക്. പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വളർത്തും. പ്രാർത്ഥിക്കുന്നവന്റെ ദൈവസഭ വളർന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഇന്ന് രാത്രി പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കട്ടെ.